യേശുവിനെ ഹൃദയത്തിൽ നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ഈ ജീവനിലേക്ക് നിങ്ങൾ ഇതുവരെയും വന്നിട്ടില്ലെങ്കിൽ, യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുവാൻ നിങ്ങൾ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്ത യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 21 അധ്യായമാണല്ലോ. 14 വാക്യങ്ങളുള്ള 21 അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ. നീ ഈ ജനത്തോട് പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ ജീവന്റെ വഴിയും മരണത്തിന്റെ വഴിയും നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്നു. ഈ നഗരത്തിൽ പാർക്കുന്നവൻ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കും. എന്നാൽ നിങ്ങളെ നിരോധിച്ചിരിക്കുന്ന കൽദയരുടെ പക്ഷം ചെന്നു ചേരുന്നവനോ ജീവനോടെ ഇരിക്കും. അവൻ്റെ ജീവൻ അവന് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും. യിരെമ്യാവിന് യഹോവയെങ്കിൽ നിന്നുണ്ടായ അരുളപ്പാടാണ് ഈ വചനങ്ങൾ. സിദെക്കീയാവ് രാജാവിനോടാണ് ഈ വചനങ്ങൾ പറയുന്നത്. യഹൂദ രാജാവായ യോശിയാവിൻ്റെ മകനായിരുന്നു സിദെക്കീയാവ് രാജാവ്. സിദെക്കീയാവ് രാജാവിൻ്റെ മുൻപിൽ ഈ 2 വഴികൾ, മരണത്തിൻ്റെ വഴിയും ജീവൻ്റെ വഴിയും ദൈവം വയ്ക്കുകയാണ്. ഈ നഗരത്തിൽ പാർക്കുന്നവൻ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കും. അത് മരണത്തിൻ്റെ വഴിയായും, കൽദയരുടെ പക്ഷം ചെന്ന് ചേരുന്നവനോ ജീവനോടെ ഇരിക്കുമെന്ന്, അത് ജീവൻ്റെ വഴിയായിട്ടുമാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ടാണ് സിദെക്കീയാവ് രാജാവിൻ്റെ മുൻപിൽ ഈ 2 വഴികൾ, ജീവൻ്റെയും മരണത്തിൻ്റെയും വഴികൾ ദൈവം വയ്ക്കുന്നത്? 2 ദിനവൃത്താന്തം 36 അധ്യായത്തിൻ്റെ 11 വാക്യത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ, സിദെക്കീയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 21 വയസ്സായിരുന്നു. അവൻ 11 സംവത്സരം യെരൂശലേമിൽ വാണു. അവൻ തൻ്റെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. തൻ്റെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തത് നിമിത്തമാണ് ഈ 2 വഴികൾ സിദെക്കീയാവ് രാജാവിൻ്റെ മുൻപിൽ ദൈവം വയ്ക്കുവാനിടയായി തീർന്നത്. 36 അധ്യായത്തിൻ്റെ തന്നെ 15 വാക്യത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ, അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് തൻ്റെ ജനത്തോടും തൻ്റെ നിവാസത്തോടും സഹതാപം തോന്നിയിട്ട് അവൻ ജാഗ്രതയോടെ തൻ്റെ ദൂതന്മാരെ അവരുടെ അടുക്കൽ അയച്ചു. സിദെക്കീയാവ് രാജാവിനോടും തൻ്റെ ജനത്തോടും ദൈവത്തിന് സഹതാപം തോന്നുകയാണ്. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തിട്ട് പോലും ദൈവത്തിന് സിദെക്കീയാവിനോട് സഹതാപം തോന്നിയിട്ട് പ്രവാചകന്മാരെ അവരുടെ അടുക്കൽ അയക്കുകയാണ്. 16 വാക്യത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ, അവരോ ദൈവത്തിൻ്റെ ദൂതന്മാരെ പരിഹസിച്ചു, അവൻ്റെ വാക്കുകളെ നിരസിച്ചു. ഉപശാന്തി ഇല്ലാതാകുമെന്നും യഹോവയുടെ കോപം തൻ്റെ ജനത്തിന് നേരെ ഉജ്ജ്വലിക്കുവോളം അവൻ്റെ പ്രവാചകന്മാരെ നിന്ദിച്ചു കളഞ്ഞു. അതുകൊണ്ട് അവൻ കൽദയരുടെ രാജാവിനെ അവരുടെ നേരെ വരുത്തി. ഈ പ്രവാചകന്മാരെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണ് ഈ കൽദയ രാജാവായ നെബൂഖദ്നേസറിനെ അവർക്കെതിരായിട്ട് വരുത്തുന്നത്. അവൻ അവരുടെ യൗവനക്കാരെ അവരുടെ വിശുദ്ധ മന്ദിരമായ ആലയത്തിൽ വെച്ച് വാളുകൊണ്ട് കൊന്നു. അനേകരെ കൊല്ലുവാൻ ഇടയായി തീർന്നു. ശേഷിക്കുന്നവരെയൊക്കെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുവാനും ഇടയായി തീർന്നു. അങ്ങനെ ജീവൻ്റെ വഴിയും മരണത്തിൻ്റെ വഴിയും സിദെക്കീയാവ് രാജാവിൻ്റെ മുൻപിൽ വയ്ക്കുവാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ യഹോവയ്ക്ക് അനിഷ്ടമായുള്ള കാര്യം ചെയ്തതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് ഒരു വ്യക്തി ഈ ജീവൻ്റെ വഴിയിലേക്ക് കടന്നു വരുന്നത്? നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷം 11 അധ്യായത്തിൽ 25 വാക്യത്തിൽ യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവൻ്റെ വഴി എന്ന് പറയുമ്പോൾ അത് യേശുവിൻ്റെ വഴിയാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. യേശുവിൽ കൂടി മാത്രമേ നമുക്ക് ആ ജീവൻ്റെ വഴിയിലേക്ക് പോകുവാൻ സാധിക്കത്തുള്ളൂ. എങ്ങനെയാണ് യേശുവിൻ്റെ വഴി നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ ആ ജീവൻ്റെ വഴി എങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത്. ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ഈ യേശുവിനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ, നമ്മൾ ആ ജീവൻ്റെ വഴിയിൽ നമ്മൾ കടന്നു വരികയാണ്. നിത്യജീവനാണ് പിതാവ് നമുക്ക് തന്ന വാഗ്ദത്തം. ഈ ലോകത്തിലെ എന്തെങ്കിലും സുഖ സൗകര്യങ്ങൾ അത് മാത്രമല്ല, അതൊക്കെ ദൈവം നമുക്ക് തരും. അത് മാത്രമല്ല, പിതാവ് നമുക്ക് തന്ന വാഗ്ദത്തം എന്ന് പറയുന്നത് നിത്യജീവനാണ്. ആ നിത്യജീവൻ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഇടയായി തീരണം. പ്രിയമുള്ളവരെ, ഇത് കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഇന്നുവരെയും ഈ യേശുവിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ, ഈ യേശുവിനെ ഹൃദയത്തിൽ നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ഈ ജീവനിലേക്ക് നിങ്ങൾ ഇതുവരെയും വന്നിട്ടില്ലെങ്കിൽ, യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലയളവിൽ നമ്മളായിരിക്കുകയാണ്. ലോക സംഭവങ്ങളെല്ലാം കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുമ്പോൾ, ഈ നാളുകളിൽ യേശുവിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ നമ്മളെല്ലാവരെയും ദൈവം സഹായിക്കണം. ദാനിയേലിൻ്റെ പ്രവചനത്തിനകത്ത് നമ്മൾ കാണുന്നുണ്ട്, ചിലർ നിത്യജീവനായി ഉണരും എന്ന് കാണുന്നുണ്ട്. നമ്മളൊക്കെ നിത്യജീവനായിട്ട് ഉണരുവാൻ ഇടയാകണം. ആ കൂട്ടത്തിൽ നമ്മളായിത്തീരണം. ഇത് കേൾക്കുന്ന ആരും നശിച്ചു പോകുവാനോ നിത്യ നരകത്തിലായി പോകുവാനോ നിത്യ മരണത്തിന് ഇടയായി തീരുവാനോ ആർക്കും ഇടയാകരുത്. നിത്യജീവങ്കിലേക്ക്, അതായത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നു പറഞ്ഞ യേശുവിലേക്ക്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാവുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് പറഞ്ഞ ആ യേശുവിലേക്ക് നമ്മുടെ ജീവിതം കൊടുത്ത്, നമ്മുടെ ജീവിതം സമർപ്പിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുക. യേശുവിന് വേണ്ടി നമുക്ക് തുടർന്നുള്ള നാളുകളിൽ ജീവിക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കും.